വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ 3 ക്ലാസ് കഴിഞ്ഞു. അതിലത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 86ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ്? മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ആൻസർ ബി ആണ്. മനുഷ്യാവകാശങ്ങൾ ഭരണഘടനയും അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പ് നൽകുന്നവയാണ്. ഓക്കെ, മനുഷ്യാവകാശം എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്, അതേപോലെ തന്നെ അന്താരാഷ്ട്ര ഉടമ്പടികളും ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ മനുഷ്യാവകാശങ്ങൾ സർക്കാർ അനുവദിച്ചതാണ് എന്ന് പറയുന്നത് തെറ്റാണ് അല്ലെ. ഇതൊക്കെ എന്താണ്? ജന്മസിദ്ധമായിട്ടുള്ള അവകാശമാണ് അല്ലെ. ജന്മസിദ്ധമായ അവകാശമാണ് ഏത്? മനുഷ്യാവകാശം എന്ന് പറയുന്നത്. ഇതിനൊന്നും ഒരു സർക്കാർ പ്രത്യേകമായിട്ട് നിയമം നിർമ്മിച്ചിട്ടൊന്നും അനുവദിച്ചു നൽകേണ്ട ഒരു ആവശ്യവും ഇല്ല. ഇനി നമുക്ക് മനുഷ്യാവകാശ സംരക്ഷണത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറയുമ്പോൾ നിലവിൽ വന്നത് എപ്പോഴാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ്. 1993 ഒക്ടോബർ 12-ന് ന്യൂഡൽഹിയിൽ അല്ലെ. ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിൽ എവിടെ? മാനവ് അധികാർ ഭവൻ. മാനവ് അധികാർ ഭവനാണ് അതിന്റെ ആസ്ഥാനം. മാനവ് അധികാർ ഭവനാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നിരിക്കുന്നത്. ഇനി കേരള മനുഷ്യാവകാശ കമ്മീഷനോ? കേരള ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1998 ഡിസംബർ മാസം 11-ാം തീയതി നിലവിൽ വന്നു. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. ഓക്കെ, ഇനി നിലവിലെ ചെയർപേഴ്സൺ ആരാ? കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് കേരള മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേട്ടോ. മുൻ കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അലക്സാണ്ടർ തോമസ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമം അനുസരിച്ചിട്ടാണ്? ഏത് നിയമം അനുസരിച്ചിട്ടാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം അല്ലെ. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് കേരള സംസ്ഥാനത്ത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് അല്ലെ. 93 മനുഷ്യാവകാശ സംരക്ഷണ നിയമം സെക്ഷൻ ഏതാണ്? 21 കേട്ടോ. സെക്ഷൻ 21 നിയമം 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരമാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. ഇനി സംസ്ഥാന കേരള മനുഷ്യാവകാശ കമ്മീഷൻ പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞോളൂ അല്ലെ. 1998 ഡിസംബർ മാസം 11-ാം തീയതിയാണ് നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. 98 ഡിസംബർ 11-ന് ആസ്ഥാനം തിരുവനന്തപുരമാണ് എന്ന് പറഞ്ഞു. 93 കേന്ദ്ര മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 21 പ്രകാരമാണ് രൂപീകരിച്ചത് എന്ന് പറഞ്ഞു. ഇനി പ്രഥമ ചെയർമാൻ ആരാ? പ്രഥമ ചെയർമാൻ ആരാണ്? പരീത് പിള്ളയാണ്. ആരാണ്? പരീത് പിള്ളയാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ഇനി കമ്മീഷന്റെ ഘടന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു ചെയർമാനും അതേപോലെ തന്നെ 2 അംഗങ്ങളും. ഒരു ചെയർമാന് 2 അംഗങ്ങൾ. അങ്ങനെ ടോട്ടൽ എത്ര പേരാണ്? 3 പേരാണ് ടോട്ടൽ അംഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ ചെയർമാൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? ഈ ചെയർമാൻ ആരായിരിക്കണം? ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ്. ആരാണ്? ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജി ആയിരിക്കണം. മനസ്സിലായോ? ഹൈക്കോടതിയിലെ റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന വ്യക്തി ആയിരിക്കണം ചെയർമാൻ എന്ന് പറയുന്നത്. ഇവിടെ ചീഫ് ജസ്റ്റിസ് എന്നാണ്, ഇവിടെ ഹൈക്കോടതി ജഡ്ജി. ഇനി ഈ 2 അംഗങ്ങൾ അല്ലെ. ഈ അതേപോലെ തന്നെ ജുഡീഷ്യൽ അംഗങ്ങൾ, മറ്റംഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? മനുഷ്യാവകാശ സംരക്ഷണവുമായൊക്കെ ബന്ധപ്പെട്ടിട്ട് പ്രായോഗിക അറിവും പരിചയമുള്ള വ്യക്തിയുമായിരിക്കണം. അതുപോലെ തന്നെ ഇവർ ആരായിരിക്കണം? ജഡ്ജി എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ വർക്കിങ്ങില് നിലവിലുള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയിട്ടുള്ള ജഡ്ജി ആയിരിക്കണം. അതേപോലെ തന്നെ 7 വർഷത്തെ പ്രവൃത്തി പരിചയം. 7 എന്നുള്ള സംഖ്യ നന്നായിട്ട് ഓർമ്മ വെക്കണം കേട്ടോ. 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജില്ലാ ജഡ്ജി ആയിരിക്കണം കേട്ടോ. ജുഡീഷ്യൽ അംഗം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ നിലവിലുള്ളതോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ജഡ്ജി. പിന്നെ അതേപോലെ തന്നെ 7 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജില്ലാ ജഡ്ജിക്കും എന്താകാം? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമാകാം കേട്ടോ.
അതേപോലെ ആരാണ് നിയമിക്കുന്നത്? ഗവർണറാണ് ഇവരെ നിയമിക്കുന്നത് കേട്ടോ. ഗവർണറാണ് കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ കാലാവധി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ചെയർമാൻ ഉണ്ട്, 2 അംഗങ്ങൾ എന്നൊക്കെ ഉണ്ട് പറഞ്ഞു അല്ലെ. ആ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരായിരിക്കും അധ്യക്ഷൻ? ഇവരെ തെരഞ്ഞെടുക്കുന്ന കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും തെരഞ്ഞെടുക്കുന്ന സമിതിയിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും. ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അതേപോലെ തന്നെ ഈ സമിതിയിൽ മുഖ്യമന്ത്രി ഉണ്ടാകും, നിയമസഭാ സ്പീക്കർ ഉണ്ടാകും. മുഖ്യമന്ത്രി, നിയമസഭാ സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി എന്നിവരായിരിക്കും ഈ സമിതിയിലെ അംഗങ്ങൾ. അപ്പൊ ഈ CM-ഉം നിയമസഭയിലെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രിയും ഇവരടങ്ങുന്ന സമിതി ആയിരിക്കും ആരാണ് ചെയർമാൻ ആകേണ്ടത് എന്നും ആരാണ് അംഗങ്ങളാകേണ്ടത് എന്നും തീരുമാനിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ആർക്കാണ് അധികാരം? കമ്മീഷനിലെ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം അത് പ്രസിഡന്റിന് മാത്രമാണ് അധികാരം കേട്ടോ. ഇവരെ നിയമിക്കാനുള്ള അധികാരം ഗവർണർക്കാണെങ്കിലും അത് നീക്കം ചെയ്യാനുള്ള അധികാരം, കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് മാത്രമാണ് അധികാരം ഉള്ളത്. അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാര പരിധിയും ഉണ്ട്. ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാര പരിധികളും ഉണ്ട് കേട്ടോ. അതൊക്കെ അവിടെ പഠിച്ചു വെക്കുക. അപ്പൊ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 98 ഡിസംബർ മാസം 11-ാം തീയതിയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ ഏതാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്നത്? മനുഷ്യാവകാശങ്ങളുടെ നിർവചന പരിധിയിൽ ഉൾപ്പെടുന്നത് വ്യക്തിയുടെ ജീവിതവും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സും ആണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2(1)D പ്രകാരമാണ് സ്വാതന്ത്ര്യവും ഒരു വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ടതും ഭരണഘടന ഉറപ്പു നൽകുന്നതുമായ അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. മനുഷ്യാവകാശങ്ങളുടെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് വ്യക്തിയുടെ ജീവിതവും സ്വാതന്ത്ര്യവും സമത്വവും അന്തസ്സുമാണ്. 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ 2(1)D ഇതിനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണിന്റെയും അംഗങ്ങളുടെയും ഔദ്യോഗിക കാലാവധി എത്ര വർഷമാണ്? ഇപ്പൊ പറഞ്ഞ ആൻസർ എത്രയാണ്? ഒന്ന് ഫില്ല് ചെയ്യുക. സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണിന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് തികയുന്നത് വരെയാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു 1998 ഡിസംബർ മാസം 11-ാം തീയതിയാണ് മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന തലത്തിൽ നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. എന്നാൽ ദേശീയ തലത്തിൽ നിലവിൽ വന്നത് 1993 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇതൊക്കെ നിലവിൽ വരുന്ന സമയത്ത് അന്ന് കാലാവധി എന്ന് പറയുന്നത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു കാലാവധി. ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിരുന്നു. എന്നാൽ എന്ത് ചെയ്തു എന്നറിയോ? ഈ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തെ 2019 എന്ത് ചെയ്തു? അമെൻമെന്റ് ചെയ്തു. അമെൻമെന്റ് ചെയ്തു, അതായത് ഭേദഗതി ചെയ്തു. ആ ഭേദഗതി ചെയ്ത പ്രകാരമാണ് കാലാവധി എന്തായത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സായിട്ട് നിജപ്പെടുത്തിയത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കണം. ഭേദഗതി നടത്തിയ വർഷം 2019. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗത്തെ കമ്മീഷനിൽ നിന്നും പുറത്താക്കാൻ അനുവദിക്കുന്നത് എപ്പോഴൊക്കെയാണ്? കമ്മീഷനിൽ അംഗം പാപ്പരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു, ആ കാലയളവിൽ പുറത്തു നിന്നുള്ള ശമ്പളമുള്ള ജോലിയിൽ ഏർപ്പെടുന്ന സമയത്തും എന്ത് ചെയ്യാം? പുറത്താക്കാം. അംഗം മാനസികമോ ശാരീരികമോ ആയ ബലഹീനത കാരണം അയോഗ്യനായിട്ട് കണക്കാക്കപ്പെടുന്നു. അംഗത്തിന്റെ മാനസികാവസ്ഥ മോശമാണെങ്കിൽ ഒരു യോഗ്യതയുള്ള കോടതി അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നീക്കം ചെയ്യാം. ഇനി അംഗം ധാർമ്മിക അരാജകത്വം ഉൾപ്പെടുന്ന ഒരു കുറ്റകൃത്യത്തിൽ ശിക്ഷിക്കപ്പെടുന്നുവെങ്കിൽ എന്ത് ചെയ്യാം? പുറത്താക്കാം. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്, പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, ഇവിടെ ചോദ്യം ഏതാണ്? NHRC ആണ് അല്ലേ?
നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണ്. ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലേ? ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി പറഞ്ഞാൽ എന്താണ്? നിയമപരമായ ഒരു പൊതു സംവിധാനമാണ്. നിയമപരമായ പൊതു സംവിധാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള ഒരു പൊതു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പഠിച്ചു ഇല്ലേ? 1993 മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചിട്ടാണ് ഈ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് പറഞ്ഞു. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഭരണഘടന ഉറപ്പു നൽകുന്നതും അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ വ്യക്തിയുടെ ജീവൻ, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഡ്യൂട്ടി. ഇനി കമ്മീഷന്റെ ഘടന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെയർപേഴ്സണും ഒരു ചെയർമാനും പിന്നെ ആരാണ്? 5 പൂർണ്ണ സമയ അംഗങ്ങളും. ഒരു ചെയർപേഴ്സണും ഉണ്ടാകും, 5 അംഗങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ വിവിധ ദേശീയ കമ്മീഷനുകളിലെ, അതായത് വനിതാ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അങ്ങനെ വിവിധ കമ്മീഷനുകളിലെ അധ്യക്ഷന്മാരായ ഡീംഡ് അംഗങ്ങളും ഉണ്ടായിരിക്കും. പഠിച്ചു വെക്കണേ. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. ഒരു ചെയർപേഴ്സണും 5 മുഴുവൻ സമയ അംഗങ്ങളും പിന്നെ ഡീംഡ് അംഗങ്ങളും ഉണ്ടായിരിക്കും. ഡീംഡ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ വിവിധ കമ്മീഷനുകളിൽ നിന്നുള്ള അംഗങ്ങളാണ്. വിവിധ കമ്മീഷനിൽ നിന്നുള്ള അംഗങ്ങളും അധ്യക്ഷന്മാരായ ഡീംഡ് അംഗങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഇനി ഈ ചെയർപേഴ്സന്റെ യോഗ്യത എന്ന് പറയുന്നത് എന്താണ്? ഈ ചെയർപേഴ്സന്റെ യോഗ്യത ആരായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്ക് ആരാകാം? ചെയർപേഴ്സൺ ആകാം. ഇനി ഈ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി അധ്യക്ഷനായ 6 അംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഇവരെ നിയമിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. സുപ്രീം കോടതി ജഡ്ജിയെയും അതേപോലെ തന്നെ 5 അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി അധ്യക്ഷനായ 6 അംഗ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നിയമിക്കുന്നത് എന്ന് പഠിച്ചു വെക്കുക. ഇനി അതേപോലെ തന്നെ ആരാ നിയമിക്കുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നിയമിക്കുന്നത്. കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. ഏതാണോ ആദ്യം അങ്ങനെ. ഓക്കെ ആണല്ലോ. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ മലയാളി വനിത ആരാണ്? അംഗമാണ് കേട്ടോ. അംഗമായ മലയാളി വനിത അംഗമാണ്. ചെയർമാൻ അല്ല, അംഗമായ മലയാളി വനിതാ താരമാണ് ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ജസ്റ്റിസ് ഫാത്തിമ ബീവി ആണ് കേട്ടോ. മലയാളി വനിത ആരാണ്? ഫാത്തിമ ബീവി ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായ മലയാളി വനിതാ താരം അല്ലേ? മലയാളി വനിതാ താരമാണ് ആര്? ഫാത്തിമ ബീവി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ആരാണ് ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത്? ആരാണ് നിലവിലെ ചെയർമാൻ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. എങ്കിൽ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാ? രംഗനാഥ മിശ്ര. ആരാണ്? രംഗനാഥ മിശ്രയാണ്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർപേഴ്സൺ രംഗനാഥ മിശ്ര. ഇപ്പോ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ഓക്കെ, പഠിച്ചു. ഇനി കേരള സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാ? ഇപ്പോഴത്തെ ചെയർമാൻ ഞാൻ നേരത്തെ പറഞ്ഞു, അലക്സാണ്ടർ തോമസ് എന്ന് പറഞ്ഞു അല്ലെ? ആരാണ്? അലക്സാണ്ടർ തോമസ് എന്ന് പറഞ്ഞു. എങ്കില് അലക്സാണ്ടർ തോമസ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആദ്യത്തെ ചെയർമാൻ ആരാ പറഞ്ഞത്? പരീതി പിള്ള എന്നൊക്കെ നമ്മൾ പഠിച്ചു. എങ്കില് നമ്മൾ നേരത്തെ പറഞ്ഞു കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ 2 അംഗങ്ങൾ ആരൊക്കെയാണ്? 2 അംഗങ്ങൾ ആരൊക്കെയാണ്? ഒന്ന് ബൈജുനാഥും
പിന്നെ അടുത്തത് MS ഗീതയുമാണ് കേട്ടോ. ഗീത ബൈജുനാഥ് ഗീതയുമാണ് ഇപ്പോൾ 2 അംഗങ്ങളായിട്ട് വരുന്നത്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ 3 അംഗങ്ങളാണ്. അതിൽ ഒന്ന് ചെയർമാനാണ്, ചെയർപേഴ്സൺ ആണ്, മറ്റ് 2 അംഗങ്ങളുമാണ്. അപ്പൊ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആരാ ചോദിച്ചാൽ അലക്സാണ്ടർ തോമസ് ആണ്. എന്നാൽ മറ്റ് 2 അംഗങ്ങൾ ബൈജുനാഥും ഗീതയുമാണ് കേട്ടോ. ബൈജുനാഥും ഗീത. അതേപോലെ തന്നെ സിവിൽ കോടതിയുടെ എല്ലാ അധികാരങ്ങളും ആർക്കുണ്ട്? മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. എന്നാൽ ഒരു പരിമിതിയുണ്ട്. ഒരു പരിമിതി എന്തായിരിക്കും? മനുഷ്യാവകാശ കമ്മീഷനിൽ എപ്പോഴും നല്ലത് മാത്രം ഒരിക്കലും ഒരു കോട്ടമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അതിന്റെ ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ ഇപ്പോ 1 വർഷത്തിൽ കൂടുതൽ കാലയളവുള്ള പഴക്കമുള്ള ഒരു കേസ് ആണ് എങ്കിൽ 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംഭവങ്ങളിൽ ഇടപെടാൻ കമ്മീഷന് സാധാരണഗതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? നിയമപരമായിട്ട് അധികാരം ഇല്ല. 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള സംഭവങ്ങളിൽ ഇടപെടാൻ കമ്മീഷന് സാധാരണഗതിയിൽ എന്തില്ല? നിയമപരമായ അധികാരമില്ല. കൂടാതെ കമ്മീഷന്റെ ശുപാർശകൾ സർക്കാരുകൾക്ക് ഉപദേശ സ്വഭാവമുള്ളവ മാത്രമാണ്. ശിക്ഷ വിധിക്കാൻ അധികാരം ഇല്ല. അത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ശിക്ഷ വിധിക്കാൻ അധികാരം ഇല്ല. കമ്മീഷന്റെ ശുപാർശകൾ കമ്മീഷന് എന്ത് ചെയ്യാൻ അധികാരമില്ല? ശിക്ഷ വിധിക്കാൻ, ശിക്ഷ നടപ്പിലാക്കാൻ എന്ത് ചെയ്യില്ല? അധികാരം ഇല്ല. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നു? ഏതാണ് വകുപ്പ്? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാം? പൊതു അധികാരികൾക്ക് വിവരങ്ങൾ വെളിപ്പെടുത്തലിൽ നിന്നും ഇളവ് നൽകുന്നത് വകുപ്പ് 8 ആണ് കേട്ടോ. വകുപ്പ് 8 ആണ് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഇളവ് നൽകുന്നത്. അതായത് ഈ 8-1 പ്രകാരം എന്താണെന്നറിയോ? ഈ രാജ്യത്തിന്റെ സുരക്ഷ, അതുപോലെ തന്നെ പരമാധികാരം, വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ, അതായത് സ്വകാര്യതയെ ബാധിക്കുന്നവ, കോടതി വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പെടുന്ന വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാൻ പാടില്ല. അതിൽ എന്ത് ചെയ്യും? അതിങ്ങനെ ആവശ്യപ്പെട്ടാലും എന്ത് ചെയ്യില്ല? കൊടുക്കില്ല. അതാണ് ഇളവ് എന്ന് പറയുന്നത് കേട്ടോ. രാജ്യത്തിന്റെ സുരക്ഷ, അതേപോലെ തന്നെ പരമാധികാരം, വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങള്, അതായത് വ്യക്തിപരമായ വിവരം പറയുമ്പോൾ സ്വകാര്യതയെ ബാധിക്കുന്നത്, കോടതി വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഇതിൽ നിന്നുള്ള വിവരങ്ങളൊന്നും നൽകില്ല. ഇനി ഈ വകുപ്പ് 4 എന്താണെന്നറിയോ? വകുപ്പ് 4, ഒരു മിനിറ്റ് ഇടാ. ഓക്കെ, ഇനി ഈ ഓപ്ഷൻ വകുപ്പ് 4. വകുപ്പ് 4 എന്താ പറയുന്നത്? പൊതു അധികാരികളുടെ കടമ, പൊതു അധികാരികളുടെ കടമയും, അതേപോലെ തന്നെ വിവരങ്ങൾ സ്വമേധയാ വെളിപ്പെടുത്തുന്നതിനെയും കുറിച്ചിട്ട് കേട്ടോ. വിവരങ്ങൾ സ്വമേധയാ വെളിപ്പെടുത്തുന്നതിനെയും പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വകുപ്പ് 4 പറയുന്നത്. ഇനി വകുപ്പ് 6 എന്താണ്? വിവരങ്ങൾ ആവശ്യപ്പെട്ട്, ബി ഓപ്ഷൻ, വകുപ്പ് 6 വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ഏതിൽ പറയുന്നത്? വകുപ്പ് 6 പറയുന്നത്. വകുപ്പ് 10 എന്താണ്? ഒരു രേഖയിലില്ലേ, ഒരു രേഖ, ആ ഒരു രേഖയിലെ ഇളവുകൾ ഉണ്ടല്ലോ, ഇളവുള്ള വിവരങ്ങൾ മാറ്റി വെച്ചിട്ട് ബാക്കി വിവരങ്ങൾ കൊടുക്കണല്ലോ, ബാക്കി വിവരങ്ങൾ നൽകാൻ അനുവാദം നൽകുന്ന വിഭജന തത്വം വ്യക്തമാക്കുന്നത്. വിഭജന തത്വം സെവറബിലിറ്റി എന്ന് പറയും. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കുന്നതാണ് വകുപ്പ് 10 എന്ന് പറയുന്നത്. അപ്പൊ വകുപ്പ് 4 നോക്കി വിവരാവകാശ കമ്മീഷനിലെ, 6 നോക്കി, 10 നോക്കി, 8-1 നോക്കി. 8-1 വെരി ഇമ്പോർട്ടന്റ് ആണ്. വകുപ്പ് 8-1 എന്താണ് പറഞ്ഞത്? വകുപ്പ് 8-1 രാജ്യത്തിന്റെ സുരക്ഷയെയോ പരമാധികാരത്തെയോ വ്യക്തിപരമായ വിവരങ്ങൾ, അതായത് സ്വകാര്യതയെ ബാധിക്കുന്നവയോ കോടതി വിലക്കിയിട്ടുള്ള കാര്യങ്ങളോ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകാതിരിക്കുക. അതാണ് വകുപ്പ് 8-1. അതിൽ ഇളവ് നൽകിക്കുന്നതാണ് വകുപ്പ് 8-1.
ആണ്. വകുപ്പ് 4 പൊതു അധികാരികളുടെ അവർക്ക് ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, അവരുടെ കടമകളെയും അവർ വിവരങ്ങൾ സ്വമേധയാ വെളിപ്പെടുത്തുന്നതിനെയും കുറിച്ച് വ്യക്തമാക്കുന്നതാണ് വകുപ്പ് 4. വകുപ്പ് 6 വിവരങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ. അപ്പൊ നമ്മളിപ്പോ ഒരു വിവരാവകാശ കമ്മീഷന് അപേക്ഷ കൊടുക്കുകയാണ്, പല നടപടിക്രമങ്ങൾ ഉണ്ടാകും അല്ലേ. അപ്പൊ ആ വിവരം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മളൊരു അപേക്ഷ കൊടുക്കുമ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളെ കുറിച്ചിട്ടാണ് വകുപ്പ് 6 പറയുന്നത്. വകുപ്പ് 10 ഒരു രേഖയിലെ ഇളവുകൾ ഉള്ള വിവരങ്ങൾ മാറ്റിവെച്ച്, ഇളവുള്ള വിവരങ്ങൾ പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ അതിൽ സ്വകാര്യതയ്ക്കുള്ള സ്വകാര്യതയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാറ്റിവെക്കും. ആ വിവരം കൊടുക്കാതെ ബാക്കി വിവരങ്ങൾ നൽകാൻ അനുവാദം നൽകുന്ന സെവറബിലിറ്റിയെ, അതായത് വിഭജന തത്വത്തെ വ്യക്തമാക്കുന്നതാണ് വകുപ്പ് 10 പറയുന്നത്. വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 1G പ്രകാരം ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് ഇളവ് അനുവദിക്കുന്നത്? ഏതായിരിക്കും? ഏത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്നാണ് 8 1G പറയുന്നത്? 8 1G ഏതാണ്? വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാനാണ് വിവരാവകാശ നിയമത്തിലെ 8 1G പറയുന്നത്. വ്യക്തികളുടെ ജീവനും ശാരീരിക സുരക്ഷയും സംരക്ഷിക്കാൻ. ഇനി രാഷ്ട്രത്തിന്റെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാനാണെങ്കിൽ, രാഷ്ട്രത്തിന്റെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാനാണെങ്കിൽ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാൻ 8 1A ആണ്. 8 1A ആണ്. 8 1A ആണ്. രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യം, അതുപോലെ തന്നെ പരമാധികാരം, അഖണ്ഡത ഇതൊക്കെ സംരക്ഷിക്കാൻ 8 1A ആണ്. അതേപോലെ തന്നെയാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ, അതും 8 1A ആണ്. രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യം സംരക്ഷിക്കാനും പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാനും 8 1A ആണ്. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം നിലനിർത്താൻ 8 1A ആണ്. അതേപോലെ തന്നെ സർക്കാരിന്റെ രഹസ്യരേഖകൾ സംരക്ഷിക്കാൻ വകുപ്പ് 8 1D ആണ്. ഏതാണ്? വകുപ്പ് 8 1D ആണ് കേട്ടോ. 8 1D ആണ്. സർക്കാരിന്റെ രഹസ്യരേഖകൾ, വാണിജ്യ രേഖകൾ ഒക്കെ സംരക്ഷിക്കൽ 8 1D ആണ്. ഓരോ വകുപ്പുകളും ശ്രദ്ധിച്ചു പഠിക്കുക. 8 1Aയും 8 1Dയും Gയും കേട്ടോ. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരിക്കുന്നത് ആരാണ്? ചെയർമാൻ ആയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ചെയർമാനായ ഒരു പ്രത്യേക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? രാഷ്ട്രപതി വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത്. പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ഈ സമിതിയിലെ അംഗങ്ങൾ, ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ഒന്ന് പ്രധാനമന്ത്രി ഉണ്ടാകും, അതേപോലെ തന്നെ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, ലോകസഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടാകും, ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ ഇനിയിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വേറൊന്ന് ചോദിക്കാം. ദേശീയ വിവരാവകാശ കമ്മീഷണർ നിയമത്തിലുള്ള കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരെന്ന് ചോദിച്ചാൽ അതേതാണ്? ലോകസഭ സ്പീക്കറാണ്. രാഷ്ട്രപതി ഉൾപ്പെടും, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഇവരൊക്കെ ഉണ്ട് അല്ലെ. ലോകസഭ സ്പീക്കർ ഇതിൽ ഇല്ല. അതവിടെ പഠിച്ചു വെക്കാം. ഇനി അതേപോലെ തന്നെ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. 2005 വിവരാവകാശ നിയമപ്രകാരമാണ് കേട്ടോ. 2005 വിവരാവകാശ നിയമപ്രകാരമാണ്. ഏതാണ്? സെക്ഷൻ 12 കേട്ടോ. സെക്ഷൻ 12 2005 നിയമത്തിലെ സെക്ഷൻ 12 പ്രകാരമാണ് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇതൊരു നിയമപരമായ ബോഡിയാണ്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണ്. നിയമപരമായ ഒരു ബോഡി ആണ്. നിയമപരമായ ബോഡി എന്ന് പറയുമ്പോൾ അതാണ് 2005 നിയമം അനുസരിച്ചിട്ട് നിലവിൽ വന്നത് കൊണ്ടാണ് ഇതിനെ നിയമപരമായ ബോഡി എന്ന് പറയുന്നത്. ഇതൊരു ഭരണഘടനാ സ്ഥാപനം അല്ല. കാരണം ഇത് ആർട്ടിക്കിൾ ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലെ. അതൊരു എന്താണ്? ഭരണഘടനാ സ്ഥാപനം അല്ല. ഇനി വിവരാവകാശ കമ്മീഷനില് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും അതേപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണർ എന്ന് പറയുമ്പോൾ
10 കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും അടങ്ങുന്നതാണ് ഇതിന്റെ ഘടന എന്ന് പറയുന്നത്. ഇവരെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. പ്രധാനമന്ത്രി ചെയർമാനായ ഒരു പ്രത്യേക സമിതിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, രാഷ്ട്രപതി ഇവരെ നിയമിക്കുന്നത്. വിവരാവകാശ നിയമം വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വകുപ്പ് 9 പ്രകാരമുള്ള വിവരം നിരസിക്കൽ ഏത് തരത്തിലുള്ള പകർപ്പവകാശ ലംഘനത്തോടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാനത്തിന് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശം. സംസ്ഥാനത്ത് പുറത്തുള്ള വ്യക്തിയുടെ പകർപ്പവകാശമാണ് വകുപ്പ് 9 പ്രകാരം എന്ത് ചെയ്യുന്നത്, ബന്ധിപ്പിച്ച് ഇരിക്കുന്നത്. വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം, അതായത് ഇൻഫോർമേഷൻ എന്നതിൽ ഉൾപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? രേഖകൾ വരും, ഇമെയിലുകൾ, സർക്കുലറുകൾ, ഓർഡറുകൾ, ലോബുക്കുകൾ, പത്രക്കുറിപ്പുകൾ, റിപ്പോർട്ടുകൾ, സാമ്പിളുകൾ, ഇലക്ട്രോണിന്റെ രൂപത്തിലുള്ള ഡാറ്റ മെറ്റീരിയൽ, മേൽപ്പറഞ്ഞവ എല്ലാം എന്ത് ചെയ്യും? 2005 വിവരം എന്നതിൽ 2005 പ്രകാരം വിവരാവകാശ നിയമം 2005 പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നു. ഏത് പ്രകാരമാണ് ഇതെല്ലാം ഉൾപ്പെടുന്നത്? വിവരം 2F ലാണ്. പ്രീവിയസ് ചോദ്യമാണ്. 2F ആണ്. 2F പ്രകാരം വിവരം എന്ന നിർവചനത്തിൽ രൂപപ്പെടുന്നു എന്ന് പഠിച്ചു വെക്കുക. 2F ആണ് കേട്ടോ. രേഖകള്, പ്രമാണങ്ങള്, മെമ്മോകള്, ഇമെയിലുകള്, അഭിപ്രായങ്ങള്, അതേപോലെ തന്നെ പിന്നെന്താ, സർക്കുലറുകള്, ഉത്തരവുകള്, ലോ ബുക്ക്, കരാറ്, റിപ്പോർട്ടുകള്, പേപ്പറുകള്, സാമ്പിളുകള്, മോഡലുകള്, ഇലക്ട്രോണിക് രൂപത്തിലുള്ള സൂക്ഷിച്ചിട്ടുള്ള ഡാറ്റ മെറ്റീരിയല് എന്നിവയെല്ലാം എന്ത് ചെയ്യും? 2F പ്രകാരം വിവരം എന്നതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പൊ ഇന്നത്തെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇംഗ്ലീഷ്, മലയാളം, GK എല്ലാ വിഭാഗങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നെ കൊണ്ടാകുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തന്നിട്ടുണ്ട്. ക്ലാസ് വർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആരും ലൈക്ക് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ലൈക്ക് നല്ല കുറവാണ്, കമന്റ് കുറവാണ്. അപ്പൊ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനുള്ള പരിഹാരം നിങ്ങളായിട്ട് കാണുക കേട്ടോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.